നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താവിശേഷം പുന്നമടയിലെ ഓളപ്പരപ്പിലെ ആവേശമാണ്. 71ാമത് നെഹ്റു ട്രോഫി ജലമേളയ്ക്കായി കാത്തിരിക്കുകയാണ് നമ്മൾ എല്ലാ മലയാളികളും. 21 ചുണ്ടൻ വള്ളങ്ങളാണ് വെള്ളിക്കപ്പിനായി മാറ്റുരയ്ക്കുന്നത്. അവരിൽ ആരായിരിക്കും വിജയകിരീടം ചൂടുക? എന്തായാലും മണിക്കൂറുകൾക്കകം തന്നെ നമുക്കതറിയാൻ സാധിക്കും. 5 മണിക്ക് വിജയെ പ്രഖ്യാപിക്കും. നമുക്ക് വാർത്തകളും നിരവധിയുണ്ട്, ഓരോന്നായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. കണ്ണൂരിലെ കണ്ണപുരത്ത് വാടക വീട്ടിൽ വൻ സ്ഫോടനം. വീട് തകർന്നു, ശരീരാവശിഷ്ടം ചിന്നിച്ചിതറിക്കിടക്കുന്നു. സംഭവം പുലർച്ചെ 2 മണിയോടെ. പൊട്ടിത്തെറി ബോംബ് നിർമ്മാണത്തിനിടെ എന്ന് സംശയം. ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തുന്നു. ഇന്ത്യയിൽ 60,000 കോടിയുടെ നിക്ഷേപം നടത്താൻ ജപ്പാൻ. തന്ത്രപ്രധാന നീക്കം അമേരിക്കയുടെ തീരുവ ഭീഷണിക്കിടെ. ചന്ദ്രയാൻ 5 ദൗത്യത്തിൽ ജപ്പാൻ പങ്കാളിയാകും. പ്രതിരോധ സുരക്ഷാ മേഖലയിലടക്കം ബന്ധം ശക്തമാക്കാനും ധാരണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ചൈനയിലേക്ക്. മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായ ഉത്തരാഖണ്ഡിൽ രക്ഷാപ്രവർത്തനം ഊർജിതം. ഒട്ടേറെ പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. 5 പേരുടെ മൃതദേഹം കണ്ടെത്തി. പഞ്ചാബിലും കശ്മീരിലും പ്രളയക്കെടുതി രൂക്ഷം. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്ന് പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങും. വ്യാജ ID കാർഡ് കേസിൽ രാഹുൽ ഇന്ന് ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ ഹാജരാകില്ല. നോട്ടീസ് ലഭിച്ചില്ലെന്ന് രാഹുൽ. വീണ്ടും നോട്ടീസ് നൽകാൻ ക്രൈംബ്രാഞ്ച്. ഓളപ്പരപ്പിലെ ആവേശത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. 71ാമത് നെഹ്റു ട്രോഫി ജലമേള ഇന്ന്. പുന്നമടയിൽ വെള്ളിക്കപ്പിനായി മാറ്റുരയ്ക്കുന്നത് 21 ചുണ്ടൻ വള്ളങ്ങൾ. രാവിലെ 11 മണി മുതൽ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ്. പരാതികൾ ഒഴിവാക്കാൻ ഇത്തവണ വെർച്വൽ ലൈൻ ഫിനിഷിംഗ്. കഫ നേഷൻസ് കപ്പിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം. താജിക്കിസ്ഥാനെ തകർത്തത് 1-നെതിരെ 2 ഗോളുകൾക്ക്. ആദ്യം തന്നെ നമ്മൾ പോകുന്നത് കണ്ണൂരിലെ ആ സ്ഫോടന വാർത്തയിലേക്കാണ്. കണ്ണൂരിലെ കണ്ണപുരം കീഴറയിൽ പുലർച്ചെ വലിയൊരു സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത്. കീഴറയിലെ വാടക വീട്ടിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായി എന്നാണ് പ്രാഥമികമായിട്ടുള്ളൊരു നിഗമനം വന്നിട്ടുള്ളത്. സ്ഫോടനമുണ്ടായിടത്ത് ശരീരാവശിഷ്ടങ്ങൾ ചിന്നിച്ചിതറിക്കിടക്കുകയാണ്. വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ലക്ഷ്മിപ്രിയ ചേരുകയാണ്. ലക്ഷ്മി, എന്താണ് സംഭവിച്ചത്? ഇതേക്കുറിച്ച് പോലീസ് എന്താണ് പറയുന്നത്? ശ്രീജ, ഗോവിന്ദൻ എന്ന അയാളുടെ ഉടമസ്ഥയിലുള്ള വീട്ടിലാണ് ഇപ്പോൾ ഇന്ന് പുലർച്ചെയോടെ സ്ഫോടനം നടന്നിരിക്കുന്നത്. ഈ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇതിനിടെ നടത്തിയ പരിശോധനയിലാണ് വീട്ടിനുള്ളിൽ ശരീരാവശിഷ്ടങ്ങൾ ചിന്നിച്ചിതറിയ നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അത് ആരുടെയാണെന്നോ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഏതായാലും ഇനി കൂടുതൽ ആളുകൾ, ഈ വീട് നശിച്ചതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അതിന്റെ ഉള്ളിലുണ്ടോ എന്ന കാര്യത്തിലടക്കം ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പരിശോധന തുടരുകയാണ്. ഈ വീട്ടിനുള്ളിൽ അതുപോലെ തന്നെ പോലീസും ഫയർഫോഴ്സും എല്ലാം സ്ഥലത്തെത്തിയിട്ടുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. ഈ വീട് അനൂപ് എന്ന ആൾക്ക് വാടകയ്ക്ക് നൽകിയിട്ടുള്ളതാണ്. 1 വർഷത്തിലധികമായി ഇവിടെ ആളുകൾ താമസിക്കുന്നുണ്ട്. എന്നാൽ രാത്രികാലങ്ങളിൽ മാത്രമാണ് അവിടെ ആളനക്കം കേൾക്കുന്നതെന്നാണ് അയൽവാസികൾ അടക്കം പറയുന്നത്. ഏതായാലും ഈ സ്ഫോടനത്തിൽ ഈ ഒരു തകർന്ന വീടിന് സമീപത്തായിട്ടുള്ള വീടുകൾക്കെല്ലാം വലിയ രീതിയിൽ ഒരു ആഘാതത്തിൽ വീടുകളെല്ലാം സാരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതേസമയം പല വീടുകളിലെ ഭിത്തികളും അതുപോലെ തന്നെ ജനാലകളും തകർന്നിട്ടുണ്ട് എന്നുള്ള വിവരവും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു സ്ഫോടനം നടക്കാനുള്ള കാരണം വീട്ടിനുള്ളിൽ പടക്ക നിർമ്മാണം നടത്തി വരികയായിരുന്നു എന്നുള്ള ചെറിയൊരു വിവരം ലഭിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിലടക്കം ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഏതായാലും 1 വർഷത്തിലധികമായി ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട, അതായത് പടക്ക നിർമ്മാണമായിരുന്നോ അതോ മറ്റ് നിർമ്മാണങ്ങൾ ഈ വീട്ടിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലടക്കം പരിശോധനയും അതുപോലെ തന്നെ അന്വേഷണവും നടക്കേണ്ടതുണ്ട്. ഏതായാലും ബോംബ് സ്ക്വാഡ് അടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തി വരികയാണ് ശ്രീജ. തീർച്ചയായും എന്തായാലും പരിശോധന നടക്കുകയാണ്. അതിനുശേഷമേ അറിയാൻ സാധിക്കുകയുള്ളൂ ഇത് ബോംബ് നിർമ്മാണത്തിനിടെ സംഭവിച്ചതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതിൽ ദുരൂഹതയുണ്ടോ എന്നുള്ളൊരു കാര്യം അറിയേണ്ടതായിട്ടുണ്ട്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു ലക്ഷ്മിപ്രിയ. എന്തായാലും
മോദിയുടെ ജപ്പാൻ സന്ദർശനം കളറായിട്ടുണ്ട്. ഇന്ത്യയിൽ 60,000 കോടിയുടെ നിക്ഷേപം നടത്താനാണ് ജപ്പാൻ ഒരുങ്ങുന്നത്. 15ാമത് ഇന്ത്യ ജപ്പാൻ ഉച്ചകോടിയിലാണ് തീരുമാനമുണ്ടായിട്ടുള്ളത്. പ്രതിരോധം, സുരക്ഷ, വ്യാപാരം, സമ്പദ് വ്യവസ്ഥ, സാങ്കേതികവിദ്യ, നവീകരണം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണം ശക്തമാക്കാനാണ് ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയുമായുള്ള ആദ്യ വാർഷിക ഉച്ചകോടിയിൽ തീരുമാനമായിട്ടുള്ളത്. ചന്ദ്രയാൻ 5 ദൗത്യത്തിൽ ജപ്പാനുമായി സഹകരിക്കാനുള്ള നിർണായക കരാറിനും ധാരണയായിട്ടുണ്ട്. സെമി കണ്ടക്ടറുകൾ, നിർണായക ധാതുക്കൾ, ശുദ്ധമായ ഊർജം, ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പുതിയ സാമ്പത്തിക സുരക്ഷാ സംരംഭം ഇന്ത്യയും ജപ്പാനും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിരോധശേഷിയുള്ള വിതരണ ശൃംഖലകൾ നിർമ്മിക്കുക, പ്രധാന സാങ്കേതിക വിദ്യകൾ സംരക്ഷിക്കുക, നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ സുരക്ഷിതമാക്കുക എന്നിവയാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം. നാളെ പ്രധാനമന്ത്രി ചൈനയിലെത്തും. റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഡിസംബറിൽ ഇന്ത്യ സന്ദർശിക്കും എന്നുള്ളൊരു റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം തുടരുന്നതിൻ്റെ ഒരു പേരിൽ US പ്രസിഡന്റ് ട്രംപിൻ്റെ ഉപരോധ ഭീഷണി നേരിടുന്നതിനിടെയാണ് ഈ ഒരു സന്ദർശന വാർത്ത വരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ഇന്ത്യ സന്ദർശിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം പുടിൻ സ്വീകരിച്ചതായി ക്രെംലിൻ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ തീയതി നിശ്ചയിച്ചിട്ടില്ല. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്കിടെ ചൈനയിലെ ടിയാൻജിനിൽ വെച്ച് സെപ്റ്റംബർ 1 മോദി റഷ്യൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ തീരുവ നയം നിയമവിരുദ്ധമെന്നാണ് അമേരിക്കൻ അപ്പീൽ കോടതി പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുന്നതിന് ഒക്ടോബർ 14 വരെ ട്രംപ് ഭരണകൂടത്തിന് കോടതി സമയം അനുവദിച്ചിട്ടുണ്ട്. അതേസമയം ഇന്റർനാഷണൽ എക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരമാണ് തന്റെ തീരുമാനമെന്നാണ് ട്രംപിന്റെ നിലപാട്. പ്രത്യേക സാഹചര്യങ്ങളിൽ രാജ്യത്തിന്റെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നതിന് പ്രസിഡന്റിന് അധികാരം നൽകുന്നതാണ് ആക്ട്. അപ്പീൽ കോടതി നിലപാട് സ്വീകരിച്ചാൽ രാജ്യം ദുർബലമാകുമെന്നും തീരുവയിൽ നിന്ന് പിന്നോട്ടില്ല എന്നും കോടതി നിലപാട് പക്ഷപാതപരമെന്നുമാണ് ട്രംപ് പ്രതികരിച്ചിട്ടുള്ളത്. ഉത്തരാഖണ്ഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായി. നമുക്കറിയാം, അവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഊർജിതമായി തന്നെ തുടരുകയാണ്. നിരവധി കുടുംബങ്ങൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് സംശയം. 5 പേരുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. കാണാതായവരുടെ കണക്ക് അത് സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. രുദ്രപ്രയാഗ്, ചമോലി ജില്ലകളിലാണ് കനത്ത നാശം വിതച്ചിട്ടുള്ളത്. തെഹ്രി, ബാഗേശ്വർ ജില്ലകളിലും സ്ഥിതി മോശം തന്നെയാണ്. രുദ്രപ്രയാഗ് ജില്ലയിലെ അളകനന്ദ, മന്ദാകിനി നദികളുടെ സംഗമസ്ഥാനത്തുള്ള ജലനിരപ്പ് തുടർച്ചയായി ഉയരുകയാണ്. കേദാർനാഥ് താഴ്വരയിലെ ലാവാര ഗ്രാമം പൂർണ്ണമായും ഒറ്റപ്പെട്ടിട്ടുണ്ട്. ചനഗഡിലും സ്ഥിതി ഗുരുതരമാണ്. കനത്ത മഴയ്ക്ക് പിന്നാലെ പഞ്ചാബിലും കശ്മീരിലുമൊക്കെ പ്രളയക്കെടുതി രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇനി രാഹുലിന്റെ വോട്ടർ യാത്രയിലേക്കാണ്. വോട്ട് കൊള്ളയ്ക്കും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുമെതിരെ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര അവസാന പാദത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. വെസ്റ്റ് ചമ്പാരനിലെ ബെട്ടിയ കടന്ന് മറ്റന്നാൾ പാട്നയിലെ യാത്രയ്ക്ക് പരിസമാപ്തിയാകും. 16 ദിവസം കൊണ്ട് 20 ജില്ലകളിലെ പര്യടനമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം പിന്നിടുന്നത്. RJD നേതാവ് തേജസ്വി യാദവും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും കഴിഞ്ഞ ദിവസം യാത്രയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. വോട്ട് കള്ളന്മാരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതുവരെ പ്രതിഷേധ സമരയാത്ര തുടരുമെന്നാണ് രാഹുൽ എക്സിൽ കുറിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയിൽ നിന്ന് നേരെ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലേക്കാണ് വരുന്നത്. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്ന് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകില്ല എന്നുള്ള വാർത്തകൾ വരുന്നു. രാവിലെ 10-ന് തിരുവനന്തപുരത്തെ ഓഫീസിൽ ഹാജരാകാനായിരുന്നു നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ നോട്ടീസ് ലഭിച്ചില്ല എന്നാണ് രാഹുൽ പറയുന്നത്. അതിനാൽ ഹാജരാകില്ല എന്ന് അറിയിക്കുകയായിരുന്നു. ഇന്ന് ഹാജരായില്ല എങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് വീണ്ടും നോട്ടീസ് നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച കേസിലെ പ്രതികളുടെ ഫോണിലെ ശബ്ദരേഖയിൽ രാഹുലിന്റെ പേര് പരാമർശിച്ചതോടെയാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത്. അതേസമയം പെൺകുട്ടികളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന കേസിൽ പ്രത്യേക സംഘം ഇന്ന് അന്വേഷണം ആരംഭിക്കും. 6 പരാതിക്കാരിൽ നിന്ന് ഇന്ന് മുതൽ മൊഴിയെടുക്കും. കൈവശമുള്ള തെളിവുകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസും നൽകും.
ഓളപ്പരപ്പിൽ ആവേശത്തിന്റെ മണിക്കൂറുകളാണ് വരാൻ പോകുന്നത്. 71ാമത് നെഹ്റു ട്രോഫി ജലമേള ഇന്നാണ് പുന്നമടയിൽ ആ വെള്ളിക്കപ്പിനായി മാറ്റുരയ്ക്കുന്നത്. 21 ചുണ്ടൻ വള്ളങ്ങളാണ്. അജയ്നാഥ് ചേരുകയാണ് വിവരങ്ങളുമായി. അജയ്, എന്തായാലും ആവേശമണ പൊട്ടാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അവിടെ ഒരുക്കങ്ങളൊക്കെ ഏതുവരായി? ഒപ്പം ഇത്തവണ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ശ്രീജ, പുന്നമട ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പുന്നമട എല്ലാ അർത്ഥത്തിലും വള്ളംകളി, അതായത് നെഹ്റു ട്രോഫി 71ാമത് ജലമേളയ്ക്കായി എല്ലാ അർത്ഥത്തിലും പുന്നമട ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. രാവിലെ പുലർച്ചെ മുതൽ ചെറിയ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. അത് ചെറിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ 71ാമത് വള്ളംകളിക്ക് വേണ്ടി മാസങ്ങൾ നീണ്ട പരിശീലനത്തിന് ശേഷമാണ് പല ബോട്ട് ക്ലബ്ബുകളും ഒപ്പം വള്ളങ്ങളും എല്ലാം തന്നെ എത്തുന്നത്. അതിനാൽ തന്നെ ആവേശം അണപൊട്ടി ഒഴുകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നെഹ്റു പവലിയനാണ്. അവിടെയാണ് ഉദ്ഘാടനം നടക്കുക. 11 മണിയോടുകൂടി ഉദ്ഘാടനം നടക്കും. ആദ്യഘട്ടത്തിൽ നടക്കുന്നത് ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളാണ്. അതിനുശേഷം 2 മണിക്കാണ് ഉദ്ഘാടനം നടക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 2-ന് ശേഷം ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ നടക്കും. 4 മണിയോടുകൂടി ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ ഉൾപ്പെടെ നടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. 6 ഹീറ്റ്സിലായിട്ടാണ് ചുണ്ടൻ വള്ളങ്ങൾ മാറ്റുരയ്ക്കുന്നത്. 6 ഹീറ്റ്സിൽ ആദ്യ 4 ഹീറ്റ്സിൽ 4 വീതം വള്ളങ്ങളും 5ാമത്തെ ഹീറ്റ്സിൽ 3 വള്ളങ്ങളും 6ാമത്തെ ഹീറ്റ്സിൽ 2 വള്ളങ്ങളുമാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. എന്തായാലും മാസങ്ങൾ നീണ്ട ഒരു പരിശീലനമാണ് എല്ലാ ക്ലബ്ബുകളും നടത്തിയിരിക്കുന്നത്. വലിയ തയ്യാറെടുപ്പിൽ, വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പ് എല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ സമയത്ത് ഫിനിഷിംഗ് വരെ താണ്ടുന്ന വള്ളങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അങ്ങനെ 4 വള്ളങ്ങൾ ഫൈനലിൽ മത്സരിക്കും. ശേഷം ലൂസേഴ്സ് ഫൈനൽ ഉൾപ്പെടെയുള്ള മത്സരങ്ങളെല്ലാം തന്നെ നടക്കും എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായും 2ാം ഹാട്രിക്, അതായത് 2ാം ഹാട്രിക് ലക്ഷ്യമിട്ട് ഇറങ്ങുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ഉൾപ്പെടെ കാരിച്ചാൽ ഉൾപ്പെടെയുള്ള ചുണ്ടൻ വള്ളങ്ങളെല്ലാം തന്നെയുണ്ട്. അവരെല്ലാം തന്നെ വലിയ ഒരു പരിശീലനം എല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് വലിയ ആവേശത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഇത്തവണത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ അണിചേരാൻ, അല്ലെങ്കിൽ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ മത്സരിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. എന്തായാലും പുന്നമട അക്ഷരാർത്ഥത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 11 മണിയോടുകൂടി തന്നെ ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ ആരംഭിക്കും. എന്തായാലും കാണികളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നുള്ളതാണ്. മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ പുലർച്ചെ നേരിയ രീതിയിലുള്ള മഴ പെയ്തിരുന്നു. അത് ചെറിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും ആ മഴയെല്ലാം അവഗണിച്ചുകൊണ്ട് ഒരു വർഷത്തെ കാത്തിരിപ്പാണ് നെഹ്റു ട്രോഫി വള്ളംകളി എന്നത്. ആ വള്ളംകളിയുടെ ആ ഒരു ജലാശയത്തിലെ പുന്നമടയിലെ ഓളപ്പരപ്പിൽ തീ പാറുന്ന പോരാട്ടം നടത്തുന്ന ആ വള്ളംകളി മത്സരത്തിൻ്റെ ആവേശ നിമിഷങ്ങൾ പങ്കുചേരുവാൻ, കാണികളാകുവാൻ ആയിരങ്ങൾ 10,000 ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീജ, എന്തായാലും 71ാമത് നെഹ്റു ട്രോഫി ജലമേളയ്ക്കായി ആലപ്പുഴ ഒരുങ്ങിക്കഴിഞ്ഞു. വലിയൊരു ആവേശം തന്നെയാണ്. അവിടെ കാണാൻ സാധിക്കുന്ന ചെറിയൊരു മഴയുണ്ട്, പക്ഷെ അതൊന്നും ഒരു തടസ്സമാകില്ല. ആവേശം ഒട്ടും ചോരില്ല എന്ന് തന്നെയാണ് അജയ്നാഥ് റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. സംസ്ഥാനത്തിൻ്റെ വികസന കുതിപ്പിൽ പുതിയ അധ്യായത്തിന് തുടക്കമിട്ടുകൊണ്ട് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യമാകുകയാണ്. പദ്ധതി പൂർത്തിയാകുന്നതോടെ ആനക്കാംപൊയിൽ നിന്ന് 22 കിലോമീറ്റർ കൊണ്ട് മേപ്പാടിയിലെത്താൻ കഴിയുമെന്ന സന്തോഷത്തിലാണ് വയനാട്ടിലെയും കോഴിക്കോടും ഉള്ള ജനത. ചുരം യാത്ര ദുരിതത്തിനും ഇതോടെ അറുതിയാകും. രാജ്യത്തെ ദൈർഘ്യമേറിയ ട്വിൻ ട്യൂബ് ടണലുകളിൽ ഒന്നാമത്തേതാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. കിഫ്ബി, പൊതുമരാമത്ത് വകുപ്പ്, കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ എന്നിവ ത്രികക്ഷി കരാറിലൂടെ നടപ്പാക്കുന്ന തുരങ്കപാതയുടെ നിർമ്മാണ ചെലവ് 2134.5 കോടി രൂപയാണ്. കോഴിക്കോട്, വയനാട് ജില്ലകളിലായി 33 ഹെക്ടറാണ് പദ്ധതിക്കായി ഏറ്റെടുത്തിരിക്കുന്നത്. 5771 മീറ്റർ വനമേഖലയിലൂടെയും 2964 മീറ്റർ സ്വകാര്യ ഭൂമിയിലൂടെയുമാണ് തുരങ്കപാത കടന്നുപോകുന്നത്. 8.73 കിലോമീറ്റർ പാതയിൽ 8.1 കിലോമീറ്റർ ദൂരം ഇരട്ട ടണലാണ്. നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്താണ് പദ്ധതിക്ക് അനുമതി നേടിയത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിഷ്കർഷിക്കുന്ന നിർമ്മാണ മാനദണ്ഡങ്ങളും മാസത്തിലൊരിക്കൽ വിദഗ്ധ കമ്മിറ്റിയുടെ വിശദമായ വിലയിരുത്തലുമുണ്ടാകും. തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ ആനക്കാംപൊയിൽ നിന്ന് 22 കിലോമീറ്റർ കൊണ്ട് മേപ്പാടിയിലെത്താൻ കഴിയും. ചുരം യാത്രാ ദുരിതത്തിനും ഇതോടെ അറുതിയാകും. വളരെ വർഷങ്ങളായി നമ്മുടെ ആളുകൾ അനുഭവിക്കുന്ന ഒരു വലിയ യാത്രാക്ലേശമാണ് വയനാട് ചുരത്തിലുള്ളത്. വലിയ രൂപത്തിൽ പരിഹാരമാവുന്ന ഒരു പദ്ധതിയാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. ചരക്ക് നീക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണക്കാരനും നിശ്ചലമായി പോകുന്ന സാഹചര്യം ഉണ്ടാകും. ചരക്ക് നീക്കം സുഗമമായി കഴിഞ്ഞാൽ തന്നെ വയനാട് ചുരം ഫ്രീ ആകുമെന്നുള്ളതാണ്. അപ്പോൾ ബദൽ പാതകൾ അനിവാര്യമാണ്. ആ ബദൽ പാതകളുടെ കൂട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായതും അതോടൊപ്പം തന്നെ എല്ലാ കടമ്പകളും കടന്ന് നിർമ്മാണ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നതുമായിട്ടുള്ള പദ്ധതിയാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. 4 വർഷത്തിനുള്ളിൽ തുരങ്കപാതയുടെ നിർമ്മാണം പൂർത്തിയാകും. 2 പാക്കേജുകളിലായാണ് തുരങ്കപാത നിർമ്മിക്കുന്നത്.
പാലവും അപ്രോച്ച് റോഡും ഒന്നാമത്തെ പാക്കേജിലും ടണൽപാത രണ്ടാമത്തെ പാക്കേജിലുമാണുള്ളത്. മലയോര മേഖലയുടെ സമഗ്ര വികസനത്തിന് ഗുണകരമാകുന്ന ചരിത്ര നേട്ടമാണ് ഈ തുരങ്കപാത നിർമ്മാണം. അമൃത ന്യൂസ്, കോഴിക്കോട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾ ദുരന്ത അതിജീവിതർക്ക് ടൗൺഷിപ്പ് നിർമ്മിക്കാൻ സർക്കാർ ഏറ്റെടുത്ത കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ലേബർ ഓഫീസുകൾ ഉപരോധിച്ചു. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ സംഘടിതമായി എത്തിയിട്ടാണ് ഈ ഒരു സമരം നടത്തിയത്. ശമ്പള കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് തന്നെയായിരുന്നു സമരം. ടൗൺഷിപ്പ് നിർമ്മാണത്തിന് സർക്കാർ ഭൂമി ഏറ്റെടുത്ത ഘട്ടത്തിൽ തന്നെ തൊഴിലാളികൾ സമരവുമായി രംഗത്ത് വന്നിരുന്നു. ശമ്പള കുടിശ്ശിക, ബോണസ്, സർവീസിൽ നിന്നും വിരമിച്ച തൊഴിലാളികൾക്ക് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കാനുണ്ട്. സ്ഥലത്തിന്റെ പണം ഉടമകൾക്ക് സർക്കാർ കൈമാറുന്നതിനൊപ്പം തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാമെന്ന സർക്കാർ ഉറപ്പിലായിരുന്നു അന്ന് സമരം അവസാനിപ്പിച്ചത്. 4 മാസമായിട്ടും ഈ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് ജില്ലാ ലേബർ ഓഫീസറെയും അസിസ്റ്റന്റ് ലേബർ ഓഫീസറെയും തൊഴിലാളികൾ ഉപരോധിച്ചത്. സമരത്തെ തുടർന്ന് കളക്ടറുടെ പ്രതിനിധിയായി ഡെപ്യൂട്ടി കളക്ടർ സ്ഥലത്തെത്തി തൊഴിലാളി യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്തി. എസ്റ്റേറ്റ് ഉടമയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന ഉറപ്പിൽ താൽക്കാലികമായി സമരം അവസാനിപ്പിക്കുകയായിരുന്നു. നിലവിൽ എസ്റ്റേറ്റ്, ഫാക്ടറി അടക്കം സർക്കാർ ഏറ്റെടുത്തതോടെ മറ്റു ഡിവിഷനുകളിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്കും തൊഴിൽ നഷ്ടമായ സാഹചര്യമാണ്. നിലവിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഉടമ സർക്കാരാണെന്നിരിക്കെ വിഷയത്തിൽ സർക്കാർ ഇടപെടലുണ്ടായാൽ മാത്രമേ തൊഴിലാളികളുടെ വിഷയത്തിൽ ശാശ്വത പരിഹാരമുണ്ടാകൂ. അമൃത ന്യൂസ്, വയനാട്. ഇനിയൊരു മെഗാ ഓണസദ്യയുടെ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കോഴിക്കോട് തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന മെഗാ ഓണസദ്യ നാട്ടുകാരുടെ ജനപങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുറമെ തോട്ടുമുക്കം പ്രദേശത്തെ നാട്ടുകാരും വ്യാപാരികളും ഉൾപ്പെടെ ജാതിമത ഭേദമന്യേ ഏതാണ്ട് 2000-ലധികം ആളുകൾക്കാണ് ഇത്തവണ ഓണസദ്യ ഒരുക്കിയത്. ഒരു നാട് മുഴുവൻ പങ്കെടുത്ത തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂളിലെ മെഗാ ഓണസദ്യയ്ക്ക് തലേ ദിവസം രാത്രി തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. രക്ഷിതാക്കളും നാട്ടുകാരും നേരം പുലരുന്നതുവരെ കൈമെയ് മറന്ന് അധ്വാനിച്ചതോടെ മെഗാ ഓണസദ്യ ഒരുങ്ങി. പൂർവ്വാധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികൾ, വ്യാപാരികൾ തുടങ്ങി ജാതിമത ഭേദമന്യേ നാടിന്റെ നാനാഭാഗത്തു നിന്നും സദ്യക്കായി ആളുകൾ ഒഴുകിയെത്തി. PTA നേതൃത്വത്തിലാണ് ഒരു നാട് മുഴുവൻ പങ്കെടുക്കുന്ന ഓണസദ്യ ഒരുക്കിയത്. ഓണം എങ്ങനെ ആഘോഷിക്കണം, ഓണം ആഘോഷിക്കേണ്ടതാണ് എന്നുള്ളത് നമ്മളിവിടെ തോട്ടുമുക്കം UP സ്കൂളിൽ വരുമ്പോഴാണ് നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു പ്രതീതി കാണുന്നത്. കാരണം നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊന്നും ഇതേപോലെയുള്ള ഒരു ഓണാഘോഷം നമ്മളെവിടെയും കണ്ടിട്ടില്ല. ജനപങ്കാളിത്തം കൂടുതലായതിനാൽ ഇലയിൽ സദ്യ വിളമ്പുന്നതിനോടൊപ്പം ബുഫേ സംവിധാനവും ഒരുക്കിയിരുന്നതായി പ്രധാനാധ്യാപിക B. ഷെറീന. 2000-ലധികം പേരാണ് ഇന്നിവിടെ ഭക്ഷണം കഴിച്ചത്. നമ്മൾ ഇലയിട്ട് സദ്യയായിരുന്നു തുടക്കത്തിലൊക്കെ. ഒരുപാട് തിരക്ക് വന്നപ്പോൾ നമ്മളത് ബുഫേ സംവിധാനത്തിൽ കൂടി മാറ്റി. PTA പ്രസിഡന്റ് YP അഷ്റഫ്, SMC ചെയർമാൻ സോജൻ മാത്യു, MPTA പ്രസിഡന്റ് ലിസ്ന സാബിക് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മെഗാ ഓണസദ്യ ഒരുക്കിയത്. അമൃത ന്യൂസ്, കോഴിക്കോട്. കാസർഗോഡ് കരിന്തളം പാറയിൽ നീലവർണ്ണം തീർത്ത് കാക്കപ്പൂക്കളുടെ വർണ്ണമനോഹാരിത. ഓണവരവറിയിച്ച് നോക്കത്താ ദൂരത്തോളം കാക്കപ്പൂവ് വിരിഞ്ഞങ്ങനെ നിൽക്കുകയാണ്. കരിന്തളത്തെ കരിമ്പാറയ്ക്കിപ്പോൾ കാക്കപ്പൂക്കളുടെ നീലവർണ്ണമാണ്. ഓണവരവറിയിക്കുന്ന പ്രകൃതിയുടെ വശ്യമനോഹരമായ കാഴ്ച. നോക്കെത്താ ദൂരത്തോളം പൂക്കൾ വിരിഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിലൊരുക്കുന്ന പൂക്കളങ്ങളിൽ കാക്കപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. ഇന്ന് ഗ്രാമപ്രദേശങ്ങളിലെ ചെങ്കൽപ്പാറകളിൽ മാത്രം കാണാൻ കഴിയുന്ന ഈ വയലറ്റ് നിറമുള്ള പൂക്കൾ പോയകാല വസന്തങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. യന്ത്രക്കൈകൾ സ്പർശിക്കാത്ത കരിന്തളം പാറയിലേക്ക് പൂക്കൾ പറിക്കുവാനും ഇതിന്റെ ദൃശ്യഭംഗി പകർത്തുവാനുമായി ആളുകൾ എത്തുന്നതിന്റെ സന്തോഷത്തിലാണ് പ്രദേശവാസികൾ. ഈ കാക്കപ്പൂ കാണാൻ വേണ്ടിയിട്ട് ജില്ലയുടെ നാനാഭാഗങ്ങളിൽ നിന്നും സ്ത്രീകളടക്കമുള്ള ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഈ ഓണാഘോഷത്തോട് പൂക്കള മത്സരം നടത്താൻ വേണ്ടി ഇത് ഇപ്പോൾ ഈ പ്രദേശത്തെ കാക്കപ്പൂ ഒരു അത്യാവശ്യ ഘടകമായി മാറിയിരിക്കുകയാണ്. എല്ലാവരും ഇവിടെ വരികയും ഈ പൂക്കൾ ശേഖരിക്കുകയും പൂക്കള മത്സരങ്ങൾക്ക് ഇത് പ്രധാന ഒരു ഐറ്റമായി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കരിന്തളം തോളൈനിയിലെത്തിയാൽ ഏക്കറുകൾ ദൂരത്തേക്ക് ഈ നീലവർണ്ണ കാഴ്ച കാണാം.
കനത്ത മഴയ്ക്കിടയിലും കൊഴിഞ്ഞു വീഴാതെ പൂതേടിയെത്തുന്ന കുട്ടികളെ കാത്തിരിക്കുകയാണ് ഓണസമൃദ്ധി അറിയിക്കുന്ന ഈ ഗ്രാമഭംഗി. അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്. ഓണാഘോഷത്തിന്റെ വൈബ് ഇപ്പോൾ ഗെയിമുകളിലുമൊക്കെയുണ്ട്. ഓണാഘോഷത്തിന് മാറ്റുകൂട്ടാൻ ഡിജിറ്റൽ ഗെയിമുകൾ ഒരുക്കിയിരിക്കുകയാണ് ഗെയിം ഡെവലപ്പർമാരായ വൺ വൈബ്. വള്ളം കളിയും മഹാബലിയെ വിളിച്ചുണർത്തലുമാണ് വീഡിയോ ഗെയിമുകളായി തയ്യാറാക്കിയിട്ടുള്ളത്. ലോകത്തിന്റെ ഏത് കോണിലുള്ളവർക്കും ഓണാഘോഷത്തിന്റെ വൈബ് ആസ്വദിക്കാൻ ഗെയിമുകൾ സഹായിക്കുമെന്നാണ് വൺ വൈബിന്റെ സ്ഥാപകർ പറയുന്നത്. വള്ളംകളിയും ആർപ്പുവിളികളുമില്ലാത്ത ഓണം മലയാളിക്ക് സങ്കല്പിക്കാനാവില്ല. ഓളപ്പരപ്പിലെ ആവേശം വീഡിയോ ഗെയിമിന്റെ രൂപത്തിൽ ലഭിച്ചാലോ മലയാളിക്ക് ആവേശം ഇരട്ടിയാകും. ട്രഡീഷണൽ ഗെയിമിനെ എങ്ങനെ ഡിജിറ്റലാക്കാൻ മാറ്റാമെന്നുള്ള ഒരു കൺസെപ്റ്റിൻ്റെ പുറത്താണ് ഞങ്ങൾ ഈ സാധനങ്ങൾ സെറ്റ് ചെയ്തതും ഒന്ന് ശ്രമിച്ചു നോക്കിയത്. അപ്പോൾ ഏകദേശം ഇത് രണ്ടും ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്, സക്സസ് ആണ്. ഈ വള്ളംകളിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വള്ളത്തിനതിരുന്നിട്ട് തുഴയുന്നതിനനുസരിച്ച് 2 ടീമായിട്ടാണ് മത്സരിക്കുക. അപ്പോൾ അവരിങ്ങനെ തുഴയുന്നതിനനുസരിച്ച് ഡിസ്പ്ലേയിലുള്ള വള്ളം മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആരാണോ സ്പീഡിൽ തുഴയുന്നത് അവരുടെ വള്ളമായിരിക്കും ജയിക്കുന്നത്. നമ്മൾ പങ്കായത്തിൻ്റെ മുകളിലാണ് ഇതിൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ പങ്കായം എത്ര സ്പീഡിൽ തുഴയുന്നു അതിനനുസരിച്ച് ഇത് മുന്നോട്ടേക്ക് പോകും. അപ്പോൾ ഇത് പോർട്ടബിളായിട്ട് എവിടെ വേണമെങ്കിലും ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. 2 വ്യത്യസ്ത ഗെയിമുകളാണ് ഗെയിം ഡെവലപ്പർമാരായ വൺ വൈബ് ഒരുക്കിയിരിക്കുന്നത്. വള്ളംകളിയും മഹാബലിയെ വിളിച്ചുണർത്തലും. അപ്പോൾ ഈ മാവേലിയെ സംബന്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മെഗാഫോണിന് എടുത്തിട്ട് മെഗാഫോണിനകത്ത് ആർപ്പോന്ന് നമ്മളിങ്ങനെ ഉറക്കെ അലർന്ന സമയത്ത് 40 സെക്കൻഡ് സമയമുണ്ട്. ആ 40 സെക്കൻഡിനുള്ളിൽ ആർപ്പോന്ന് അലറിയിട്ട് അതിനെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ പാതാളത്തിൽ ഉറങ്ങി കിടക്കുന്ന മാവേലിനെ നമുക്ക് വിളിച്ചുണർത്തിയിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവരും. അതാണ് ആ കൺസെപ്റ്റ്. എല്ലാ പ്രായക്കാർക്കും ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഗെയിമുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ലോകത്തിന്റെ ഏത് കോണിലിരിക്കുന്നവർക്കും ഓണാഘോഷത്തിൽ ഭാഗമാകാനും ഈ ഗെയിമുകൾ സഹായിക്കുമെന്നാണ് ഗെയിം ഡെവലപ്പർമാരുടെ പ്രതീക്ഷ. അമൃത ന്യൂസ്, കൊച്ചി. ഓണം എത്ര കളറാണല്ലേ! ഓണം ഞങ്ങളും ഇത്തവണ നല്ല കളറാക്കുന്നുണ്ട്. ഈ ഓണക്കാലത്ത് സമ്മാന സമൃദ്ധിയുമായി എത്തുന്ന അമൃത ടിവിയുടെ നല്ലോണം കണ്ടോണം ലക്ഷങ്ങൾ കൊണ്ടോണം എന്ന വാച്ച് ആൻഡ് വിൻ സമ്മാന പദ്ധതിയിൽ 1 ലക്ഷം രൂപയുടെ മെഗാ സമ്മാനം കഴിഞ്ഞ ദിവസം സ്വന്തമാക്കിയത് ആരാണെന്നല്ലേ? മലപ്പുറത്ത് നിന്നുള്ള EK അബ്ദുൾ മജീദാണ്. മജീദിന് അഭിനന്ദനങ്ങൾ. അദ്ദേഹത്തിന്റെ പ്രതികരണം നോക്കാം. 1 ലക്ഷം രൂപയുടെ മെഗാ സമ്മാനമാണ് താങ്കൾ സ്വന്തമാക്കിയിരിക്കുന്നത്. അതെ അതെ അതെ, എനിക്കൊരു ഓണ സമ്മാനം. ഞാൻ സ്വന്തം വീട് മലപ്പുറത്താണ്, വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെയിലി കാണാറുണ്ട്. എനിക്ക് മറ്റേ ആനീസ് കിച്ചൺ പരിപാടിയൊക്കെ നല്ല പരിപാടിയാണ്. അതുപോലെ തോന്നിയാക്ഷരങ്ങൾ, പിന്നെ ന്യൂസ്, ടോപ്പ് 10 ന്യൂസ്, ഉച്ച വാർത്ത, അങ്ങനെ പല പരിപാടി. പണ്ട് കഥയില്ലാത്ത ജീവിതമൊക്കെയുള്ള സമയത്ത് അതൊക്കെ കണ്ടിരുന്നു. ആനീസ് കിച്ചൺ അത് ഞാൻ എപ്പോഴും യൂട്യൂബിലായാലും കാണും, നേരിട്ടും കാണാറുണ്ട്. ആനി ചേച്ചിയുടെ പരിപാടിയാണല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം? എന്റെ ഫ്രണ്ട് പ്രവീൺ ഉണ്ട് ഇവിടെ, പ്രവീണുണ്ട്, അവനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, കാണാറുണ്ടോ? ന്യൂസ് ഒക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. ഓക്കെ. എന്തായാലും ഈ അബ്ദുൾ മജീദ് അമൃത ടിവിയുടെ സ്ഥിരം പ്രേക്ഷകനാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വളരെയധികം സന്തോഷം. ഓണനാളുകളിൽ മുഴുവനും ഈ ഒരു സമ്മാന പെരുമഴ തുടരും. ഇന്നത്തെ വിജയം ഒരുപക്ഷെ നിങ്ങളാകാം. പ്രതീക്ഷയുടെ പൊന്നോന്റെ കാലത്ത് സമ്മാന നേട്ടത്തിന്റെ സന്തോഷം പ്രേക്ഷകരെ കാത്തിരിക്കുകയാണ്. അമൃത TV നല്ലോണം കണ്ടോണം ലക്ഷങ്ങൾ കൊണ്ടോണം. എല്ലാ വിജയികൾക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുകയാണ്. നമ്മളിനി നേരെ വാർത്തയിലേക്ക് പോവുകയാണ്. കൊല്ലത്തിന്റെ ഭരണസിര കേന്ദ്രത്തിലെത്തിയാൽ ഇനി ചുമരുകൾ ചരിത്രം പറഞ്ഞു തരും. കൊല്ലം കളക്ട്രേറ്റിന്റെ ചുമരുകളിലാണ് ചരിത്ര പുരുഷന്മാരുടെ ചിത്രങ്ങളും ചരിത്ര മുഹൂർത്തങ്ങളും ചുമർ ചിത്രമായി ആവിഷ്കരിച്ചിരിക്കുന്നത്. പടയണി എന്ന തെക്കൻ കേരളത്തിന്റെ അനുഷ്ഠാന കലയുടെ അടയാളപ്പെടുത്തൽ കൂടിയാണ് ഈ ചിത്രങ്ങൾ. മുൻപ് ഇവിടം ഇങ്ങനെയായിരുന്നില്ല. കളക്ടറേറ്റിലെ ജീവനക്കാരുടെ സംഘടനകൾ അവരുടെ നോട്ടീസുകൾ പതിപ്പിച്ച് ഈ ചുവരുകളൊക്കെ തന്നെയും ഒരു വിശാലമായ നോട്ടീസ് ബോർഡാക്കി മാറ്റിയിരുന്നു. ചുവരുകളാകെ വികൃതമായ അവസ്ഥ. എന്നാൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ജില്ലാ കളക്ടർ N. ദേവിദാസിന്റെ മനസ്സിൽ തോന്നിയ ഒരാശയമായിരുന്നു ചുവരുകളിൽ ചരിത്രം വരയ്ക്കുക എന്നത്. ഇതിനായി കൊല്ലത്തിന്റെ ചിത്രകാരൻ ആശ്രാമം സന്തോഷിനെ ചുമതലപ്പെടുത്തി.
അങ്ങനെയാണ് കളക്ട്രേറ്റിലെത്തുന്നവർക്ക് കൊല്ലത്തിൻ്റെ ചരിത്രകാരന്മാരെയും ചരിത്രത്തെയും അറിയാൻ അവസരമൊരുങ്ങിയത്. വടക്കൻ കേരളത്തിന് പ്രിയം തെയ്യങ്ങളാണെങ്കിൽ ഇങ്ങു തെക്കൻ കേരളത്തിൽ അത് പടയണിയാണ്. അനുഷ്ഠാന സ്വഭാവമുള്ള പടയണി എന്ന കലാരൂപത്തിൻ്റെ വർണ്ണവിസ്മയങ്ങളിലൂടെയാണ് ചിത്രങ്ങൾ ഒരുക്കിയത്. ആധുനിക ചിത്രരചനാ രീതിയിൽ പഴയകാല കലാരൂപങ്ങളെയും ചരിത്രകാരന്മാരെയുമെല്ലാം ആശ്രാമം സന്തോഷ് എന്ന ചിത്രകാരൻ്റെ നേതൃത്വത്തിൽ 4ഓളം ചിത്രകാരന്മാരാണ് വോൾ പെയിൻറ്റിംഗായി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതെൻ്റെ ഒരു പെയിൻറ്റിംഗ് ശൈലിയാണ്. ഞാൻ തന്നെ ആവിഷ്കരിച്ച എൻ്റെ ചിത്രകലയുടെ ഒരു പെയിൻറ്റിംഗ് ശൈലിയാണ്. മുമ്പ് അബ്സ്ട്രാക്ട് പെയിൻറ്റിങ്സിലാണ് ഞാൻ താല്പര്യം എടുത്തിരുന്നത്. ഓരോ കാലഘട്ടത്തിലും കലാകാരൻ്റെ ചിത്രരചനകളുടെ ശൈലികൾ മാറിക്കൊണ്ടിരിക്കും. അത് പഠനവിധേയമാണ്. അതിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റമാണ് ഞാനിവിടെ ചിത്രകലയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. എന്നോടൊപ്പം ഈ ചിത്രകലയിൽ ഈ ചിത്രത്തിൽ വരച്ചിട്ടുള്ളത് എൻ്റെ ശിഷ്യഗണങ്ങളാണ്. അവർ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ ബിരുദധാരികളും അതോടൊപ്പം ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയുമുണ്ട്. കളക്ട്രേറ്റിന്റെ പ്രധാന കവാടം കയറി വരുമ്പോൾ വേലുത്തമ്പി ദളവയുടെ വിവിധ യുദ്ധസന്ദർഭങ്ങളും കുണ്ടറ വിളംബരവും കാണാം. കൂടാതെ നിലവിലുണ്ടായിരുന്ന വേലുത്തമ്പി ദളവയുടെ പൂർണ്ണകായ പ്രതിമ അറ്റകുറ്റപ്പണികൾ നടത്തി ചായങ്ങൾ തേച്ച് മനോഹരമാക്കി സ്ഥാപിച്ചിട്ടുണ്ട്. 1-ാം നിലയിൽ ഗാന്ധിജിയുടെ കൊല്ലം സന്ദർശനത്തിന്റെ വിവിധ ഘട്ടങ്ങളാണ്. 2-ാം നിലയിൽ കടയ്ക്കൽ വിപ്ലവം. ചിത്രങ്ങളിലൂടെ അറിവും ഒപ്പം ചിത്രകലയുടെ വേറിട്ട ആവിഷ്കാര രീതികളുമാണ് ഈ കാഴ്ചകളെ പുതുമയുള്ളതാക്കുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. ചുമർ ചിത്രങ്ങളിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഫോട്ടോഗ്രാഫി പ്രദർശനത്തിലേക്കാണ്. സമരച്ചൂടുള്ള ചിത്രങ്ങളുമായി CPM പോളിറ്റ് ബ്യൂറോ അംഗം വിജു കൃഷ്ണന്റെ ഫോട്ടോഗ്രാഫി പ്രദർശനം. കർഷക പ്രസ്ഥാനത്തിനും പാർട്ടിക്കും ഒക്കെ വേണ്ടി നടത്തിയ യാത്രക്കിടെയാണ് അദ്ദേഹം ചിത്രങ്ങൾ പകർത്തിയത്. ഈ പോരാട്ട ജീവിതങ്ങളുടെയും സമരങ്ങളുടെയും ഒക്കെ 60 ചിത്രങ്ങളാണ് കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ പ്രദർശനത്തിന് എത്തിച്ചിട്ടുള്ളത്. നിരവധി പേരാണ് ചിത്രങ്ങൾ കാണാൻ എത്തുന്നത്. നിർമ്മാണ തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികൾ, കർഷകർ, പിറന്ന മണ്ണിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവർ, നിസ്സഹായത നിറഞ്ഞ മുഖങ്ങളുമായി നിൽക്കുന്ന ആദിവാസികൾ എന്നിങ്ങനെ ബിജു കൃഷ്ണൻ പകർത്തിയ ഓരോ ചിത്രങ്ങൾക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട്. നവോത്ഥാന സ്മാരകത്തിന്റെ മുന്നിൽ നിന്നുള്ള കൊച്ചുകുട്ടിയുടെ മുഖവും ആസ്വാദകരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നായി മാറുമെന്നതിൽ സംശയമില്ല. കുട്ടിക്കാലത്ത് തന്നെ വിജു കൃഷ്ണന് ഫോട്ടോഗ്രാഫിയോട് താല്പര്യം തോന്നിയിരുന്നു. അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറിയും CPIM പോളിറ്റ് ബ്യൂറോ അംഗവുമായ വിജു കൃഷ്ണൻ ഇന്ത്യയൊട്ടാകെ നടത്തിയ യാത്രയിൽ പല കാഴ്ചകളും മനസ്സിൽ പതിഞ്ഞു. പിന്നീടാണ് ഇവ ചിത്രങ്ങളായി എടുത്ത് സൂക്ഷിക്കാൻ തുടങ്ങിയത്. യാത്രകൾക്കിടെ എടുത്ത ചില ചിത്രങ്ങൾ അപൂർണവുമാണ്. ഇതെല്ലാം ഓഫ് ലാൻഡ് ലിവ്സ് ആൻഡ് ലോഡ്സ് എന്ന പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ 60ഓളം ഫോട്ടോസ് എടുത്തത് കഴിഞ്ഞ ഒരു 6-7 വർഷങ്ങൾക്കിടയിലാണ്. അല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കൂടുതലും ഇഷ്ടം. ഒന്ന് സെബാസ്റ്റ്യോ സൽഗാഡോ, ആൽബർട്ടോ കോഡ, പിന്നെ അതുമാതിരി സുനിൽ ജന, ഇവരൊക്കെ കർഷകരുടെയും തൊഴിലാളികളുടെയും സമരങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തത്. അത് കുറേയും കൂടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഇമേജസാണ്. അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റോട്. ഫ്രാൻസ്, ജപ്പാൻ, സെനഗൽ, ദുബായ് തുടങ്ങിയ ഇടങ്ങളിൽ നിന്നെല്ലാം പകർത്തിയ ക്ലിക്കുകളും പ്രദർശനത്തിനുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. അമൃത വിശ്വവിദ്യാപീഠം നേതൃത്വം നൽകുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ആൻഡ് റെസിലിയന്റ് ഫ്യൂച്ചേഴ്സിന് തുടക്കമായിട്ടുണ്ട്. കൊല്ലം അമൃതപുരി ക്യാമ്പസിൽ സെപ്റ്റംബർ 1 വരെയാണ് അന്താരാഷ്ട്ര കോൺഫറൻസ്. 20-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഈ അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഭാഗമാകും. അമൃത സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സ് യുനെസ്കോ ചെയർ ഓൺ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഫോർ സസ്റ്റൈനബിൾ ഇന്നോവേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, ഇന്റർനാഷണൽ നെറ്റ്വർക്ക് ഫോർ സസ്റ്റൈനബിൾ ഇന്നോവേഷൻ ആൻഡ് റെസിലിയന്റ് ഫ്യൂച്ചേഴ്സ് എന്നിവരുമായി സഹകരിച്ചാണ് അമൃത വിശ്വവിദ്യാപീഠം അന്താരാഷ്ട്ര കോൺഫറൻസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കാലാവസ്ഥ, പരിസ്ഥിതി പുനഃസ്ഥാപനം, സുസ്ഥിരത തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് അന്താരാഷ്ട്ര സമ്മേളനം പുരോഗമിക്കുന്നത്. അമൃതപുരി ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ യുനെസ്കോ ഡൽഹി ഓഫീസ് ഡയറക്ടർ ടീം കർട്ടസ് അന്താരാഷ്ട്ര കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. I commend Amrita University for fostering such a holistic vision, one that draws deep from India's deep traditions of knowledge while engaged by remaining contemporary and engaging the global community. This conference is an opportunity not only to exchange insights, but to forge new pathways of collaboration across disciplines, across sectors, as well as across borders. ഉമാ മഹാദേവൻ ദാസ് ഗുപ്ത IAS,
നബാർഡ് ചെയർമാൻ KV ഷാജി, മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി, അമൃത വിശ്വവിദ്യാപീഠം പ്രൊവോസ്റ്റും സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സിന്റെ ഡീനുമായ ഡോക്ടർ മനീഷ വി രമേശ്, അമൃത വിശ്വവിദ്യാപീഠം രജിസ്ട്രാർ ഡോക്ടർ P അജിത് കുമാർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. 4 ദിവസങ്ങളിലായി 60-ലധികം പ്രഭാഷണങ്ങൾ, ഹാക്കത്തോണുകൾ, സിംബോസിയങ്ങൾ, NGO കോൺക്ലേവ്, ശില്പശാലകൾ, പ്രബന്ധാവതരണങ്ങൾ, ചർച്ചകൾ എന്നിവയും കോൺഫറൻസിന്റെ ഭാഗമായി നടക്കും. അമ്മ ശരിക്കും പറഞ്ഞു തന്നെയാണ് ലോകത്തിന് നന്മ ചെയ്യുന്ന കമ്പാഷനിൽ കാരുണ്യത്തിലൂന്നിയ റിസർച്ച് ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് നമ്മൾ ഒത്തുചേർന്ന് ചെയ്യണം. ആ വർക്കുകളുടെ ഒരു ഫലം ആണ് ഈ കോൺഫറൻസും. ഇന്ന് 2200-ൽ കൂടുതൽ ഗ്രാമങ്ങളിൽ ഇവിടുത്തെ സ്റ്റുഡൻസും ഫാക്കൽറ്റിയും അവിടെ പോയി അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ച് അവർക്ക് വേണ്ടുന്ന സസ്റ്റൈനബിൾ ഇന്നോവേഷൻസ് അവരുടെ കൂടെ പാർട്ടിസിപ്പേറ്ററിയിലായിട്ട് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കൊണ്ടുവന്ന് ചെയ്യുന്നുണ്ട്. അമൃത ന്യൂസ്, കൊല്ലം. കോഴിക്കോട് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന് തീപിടിച്ചു. പൊയിൽക്കാവിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിനാണ് തീപിടിച്ചത്. പൊയിൽക്കാവ് സ്വദേശി പ്രകാശിന്റെ സ്കൂട്ടറാണ് കത്തി നശിച്ചത്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് സ്വാഗതം. ഈ ഒരാഴ്ചത്തെ വിപണിയെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? ആഴ്ചയിൽ 3 ദിവസവും വിപണിയിൽ നഷ്ടമായിരുന്നു. വാരാന്ത്യം 1.78% നഷ്ടത്തിൽ മുൻനിര ഓഹരി സൂചികകളിൽ വ്യാപാരം അവസാനിപ്പിച്ചു. US-ന്റെ തരവ് ഉയർത്താനുള്ള തീരുമാനവും അതിൻ്റെ പ്രത്യാഘാതങ്ങളുമാണ് വിപണിയെ ഇപ്പോൾ സ്വാധീനിക്കുന്നത്. തിരിവ് ഉയർന്നതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളിൽ ഏതെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു സെറ്റിൽമെൻറ്റിലേക്ക് നീങ്ങുകയോ ചെയ്തില്ലെങ്കിൽ, ഒക്ടോബർ മുമ്പെങ്കിലും അത് സംഭവിച്ചില്ലെങ്കിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ കാര്യമായി ബാധിച്ചേക്കും, സാമ്പത്തിക നിലയെ കാര്യമായി ബാധിച്ചേക്കും എന്നുള്ള ആശങ്ക വിപണിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രത്യാഘാതമാണ് ഇപ്പോൾ വിപണിയിൽ ഉണ്ടായിട്ടുള്ള വിൽപ്പനയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും വലിയ തോതിൽ വിൽപ്പന തുടരുകയാണ്. ആഴ്ചയിലെ അവസാന ദിവസമായിരുന്ന ഇന്നലെ ഏതാണ്ട് 8,000-ഓളം കോടി രൂപയുടെ വിൽപ്പനയാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നടത്തിയത്. ഇത് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിൽപ്പനയും കൂടിയാണ്. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ വിൽപ്പന നടക്കുകയാണെങ്കിൽ തീർച്ചയായും അത് വിപണിയെ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് ആക്കിയേക്കാം. നിലവിലെ സാഹചര്യത്തിൽ മുൻനിര സൂചിക നിഫ്റ്റിക്ക് 24,340 എന്ന നിലവാരത്തിലാണ് ഒരു പ്രധാന അടിസ്ഥാന നിലവാരമായി കണക്കാക്കുന്നത്. അതിന് വിൽപ്പന താഴേക്ക് നീങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു നിലവാരം ഭേദിച്ച് താഴേക്ക് നീങ്ങുകയാണെങ്കിൽ ഹ്രസ്വകാലത്തേക്ക് വിൽപ്പന തുടരാനുള്ള സാധ്യതയുണ്ട്. മറിച്ച് മുകളിലേക്കാണെങ്കിൽ 24,700 എന്നുള്ള നിലവാരം തന്നെയാണ് പ്രധാനം. ആ ഒരു നിലവാരത്തിലേക്ക് നീങ്ങി വ്യാപാരം നടക്കുകയോ അത് മറികടന്ന് വ്യാപാരം നടക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതയുള്ളൂ. ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ വലിയ തോതിൽ തന്നെ വിപണിയിൽ നിക്ഷേപം നടത്തുന്നുണ്ട്. ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളിലെ ഈ ഒരു ഉയർന്ന തോതിലുള്ള നിക്ഷേപമാണ് ഒരു പരിധിവരെ വിപണിയുടെ താഴോട്ടുള്ള നീക്കത്തെ പ്രതിരോധിക്കാനാവുന്നതും. എന്തായാലും വരുന്ന ആഴ്ചയിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ വിപണിയിൽ തുടരാൻ സാധ്യതയുണ്ട്. ഇനിയും വിൽപ്പന തുടരുകയാണെങ്കിൽ ചെറുകിട നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അതൊരു നിക്ഷേപ അവസരം തന്നെയായിരിക്കും. നന്ദി ശ്രീ ദിലീപ്. ഇനി നമ്മളൊരു വൈറൽ വീഡിയോയിലേക്കാണ് പോകുന്നത്. പഞ്ചാബിലെ പ്രതിപക്ഷ നേതാവ് പർതപ് സിംഗ് ബജ്വ കഴിഞ്ഞ ദിവസം പങ്കുവച്ചൊരു വീഡിയോ ഇപ്പോൾ വൈറലാണ്. അമൃത്സറിലെ വെള്ളപ്പൊക്ക മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച കിടിലൻ താരത്തെ നമുക്ക് പരിചയപ്പെടാം. കണ്ടാൽ നമ്മുടെ ട്രാക്ടർ പോലെ ഇരിക്കും, അതേ രൂപം അതേ ഭാവം, പക്ഷേ ആളൊരു കില്ലാടിയാണ്. ഇതാണ് ആറ്റോൺ 1200. പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മുടെ സൈന്യം രക്ഷാദൗത്യത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാഹനങ്ങളിൽ ഒന്ന്. ആഴമുള്ള ജലാശയങ്ങളിലും കൂറ്റൻ മലനിരകളിലും ഒരുപോലെ സഞ്ചരിക്കാൻ കഴിയുന്ന ഭീമൻ. മഴയത്തും വെയിലത്തും മഞ്ഞുകാലത്തും ഒരുപോലെ ഉപയോഗിക്കാം. ഓഫ് റോഡ് ഫോക്കസ്ഡ് ഓട്ടോ കമ്പനിയായ JSW ഗെക്കോ മോട്ടോഴ്സ് ആണ് ഈ വാഹനത്തിന്റെ നിർമ്മാതാക്കൾ. പഞ്ചാബിലെ അമൃത്സറിലെയും സുൽത്താൻപൂർ ലോധിയിലെയും വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിന് ഇത്തരത്തിലുള്ള 4 വാഹനങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചത്. ഒറ്റപ്പെട്ട ദുർഘടമായ പ്രദേശങ്ങളിൽ എത്തിച്ചേരുന്നതിനും രക്ഷാപ്രവർത്തനങ്ങൾക്കും ആറ്റോൺ വാഹനം തരുന്ന സേവനങ്ങൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്.
ഇന്ത്യയിലെ ദുരന്ത നിവാരണത്തിന്റെയും പ്രതിരോധ മൊബിലിറ്റിയുടെയും ഭാവിയെയാണ് ആറ്റോൺ 1200 പ്രതിനിധീകരിക്കുന്നത്. കാലാവസ്ഥാ മാറ്റങ്ങൾ മൂലം മഴക്കെടുതികൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഭാവിയിൽ രക്ഷാപ്രവർത്തനത്തിലെ നിർണായക ഘടകമായി ആറ്റോൺ മാറുമെന്ന് ഉറപ്പ്. ഇന്ത്യൻ നിർമ്മിത വാഹനമാണിത്. വില 2 കോടിയോളം വരും. പരമ്പരാഗത യന്ത്രങ്ങൾ പരാജയപ്പെടുന്നിടത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന വിധത്തിലാണ് രൂപകൽപ്പന. മഞ്ഞുപാളികളും മലയിടുക്കുകളും വനങ്ങളും മരുഭൂമികളും തീരദേശങ്ങളും ജലാശയങ്ങളും ഈ വാഹന ഭീമന് ഒരുപോലെയാണ്. ഏതവസ്ഥയിലും സഞ്ചരിക്കാൻ കഴിയുന്ന ടയറുകളാണ് ഇതിന്റെ പ്രത്യേകത. വെള്ളത്തിൽ ട്യൂബ് പോലെയും തുഴകൾ പോലെയും പ്രവർത്തിക്കുന്നു. ഈടുനിൽക്കുന്നതിനായി ബലപ്പെടുത്തിയ സ്റ്റീൽ ഫ്രെയിമിലാണ് വാഹനത്തിന്റെ നിർമ്മാണം. 1200 കിലോഗ്രാം വരെ ഭാരം വഹിക്കും. ഡ്രൈവർ ഉൾപ്പെടെ 9 പേരെ കയറ്റാം. കരയിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിലും വെള്ളത്തിൽ മണിക്കൂറിൽ 6 കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിക്കും. 61 മണിക്കൂർ വരെ തുടർച്ചയായി പ്രവർത്തിക്കാം. ടാങ്കിന്റെ കപ്പാസിറ്റി 232 ലിറ്റർ. താപനില -40 ഡിഗ്രി സെൽഷ്യസ് ആയാലും 45 ഡിഗ്രി സെൽഷ്യസ് ആയാലും ഒരുപോലെയാണ് ആറ്റോണിന്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ അതിർത്തി കാക്കുന്നതിനും ഈ വാഹനങ്ങൾ സുപ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. 250 കോടി രൂപ ചെലവിൽ 96 ആറ്റോൺ വാഹനങ്ങൾക്ക് പ്രതിരോധ മന്ത്രാലയം ഇതിനകം ഓർഡർ നൽകി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഇഷ്ടം? ആർക്കെങ്കിലും അറിയാമോ? പ്രധാനമന്ത്രി രുചികളെ കാണുന്നത് അതുമായി ബന്ധപ്പെട്ട സംസ്കാരങ്ങളെ അടിസ്ഥാനമാക്കിയാണെന്നാണ് ഗുജറാത്തി പാചക വിദഗ്ധനായ അർപ്പിത് മക്വാൻ പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രുചി താല്പര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് വേണ്ടി പാചകം ചെയ്ത പരിചയത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം. We can't say that he likes only one thing. Wherever he goes, he follows the tradition and he eats that food. He tries to take everything, whatever he can, so that he can understand people. He can understand the taste. That's why he is not particular about the food. But whenever he wants something particular, he goes for a Gujarati dish only. But then, whenever if he is traveling to America, he's trying their food. He's traveling to Canada, he's trying their food. So it's not basically like he's following only one culture. He's trying to relate himself with all the cultures so that he can understand people. He's from Gujarat, so he loves Gujarati food. So when he comes in, usually we Gujaratis, when we eat, we have always we have starters, and then later part of the day we have a main course. So in starters we call it farsan. So we have so many farsan, and we have farsan with sweet. That is the Indian sweet. So we have a farsan with the sweet, and that's all he loves. See, I've been serving to Prime Minister, I've been serving to Union Home Minister Mr. Amit Shah, I've been serving to Gujarat Chief Minister Mr. Bhupendra Bhai Patel, I've been serving to Gujarat Home Minister Mr. Harsh Sanghvi. So I've been serving from very long, and I have a connection with them. So I understand what they want to eat. When you have some connection, emotional connection, then you automatically understand at that point of time what they are actually looking for. So as I said, nothing is particular. You just have to understand the emotions, and then you will get it what they want to eat. Depend on the mood. Beautiful. It's like people are moody. You, me, everyone here is a moody. So sometimes if we are angry, we don't want to have certain food. We want to have a very less food. The food which just fill up our tummy. Sometimes we are very happy, so that time we need actual so much of food. We can't eat that, but still we want. So it all depends on a mood. Always he appreciates everyone. All our whenever we go to serve him, he appreciates not just me, all the team who goes there to serve him. കാഫ നേഷൻസ് ഫുട്ബോളിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം.
പുതിയ പരിശീലകൻ ഖാലിദ് ജമീലിന് കീഴിൽ ആദ്യ മത്സരത്തിനിറങ്ങിയ ഇന്ത്യ ആദ്യ മത്സരത്തിൽ താജിക്കിസ്ഥാനെ തോൽപ്പിച്ചു. 1-2 ഗോളുകൾക്കായിരുന്നു ഇന്ത്യയുടെ ജയം. 5-ാം മിനിറ്റിൽ അൻവർ അലിയാണ് ഇന്ത്യയെ മുന്നിലെത്തിച്ചത്. 8 മിനിറ്റിനകം സന്ദേശ് ജിങ്കാൻ ഇന്ത്യയുടെ ലീഡ് ഉയർത്തി. ആദ്യ പകുതിയിൽ തന്നെ താജിക്കിസ്ഥാൻ 1 ഗോൾ തിരിച്ചടിച്ചിരുന്നു. മലയാളി താരങ്ങളായ മുഹമ്മദ് ഉവൈസും ആഷിഖ് കുരുണിയനും ആദ്യ 11-ൽ ഇടം പിടിച്ചിരുന്നു. ഗോൾ കീപ്പർ ഗുർപ്രീത് സിംഗ് സന്ധു ആയിരുന്നു നായകൻ. സെപ്റ്റംബർ 1-ന് ഇറാനെതിരെയും സെപ്റ്റംബർ 4-ന് അഫ്ഗാനിസ്ഥാനെതിരെയും മത്സരങ്ങളുണ്ട്. ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.